BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ആയിരക്കണക്കിന് സാന്താക്ലോസുമാരും കുഞ്ഞുമാലാഖമാരും ഒത്തുചേർന്ന് കടവന്ത്രയിൽ ക്രിസ്മസിന്റെ വിസ്മയരാവ് സഹാനുഭൂതിയുടെ വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളെ ഒരുമിച്ചാക്കുന്ന ദൃശ്യവിരുന്നാണ് ക്രിസ്മസ് എന്ന് വരാപ്പുഴ അതിരൂപത സഹായമിത്രാൻ ഡോക്ടർ ആന്റണി വാലങ്കൽ പറഞ്ഞു. വൈറ്റ്ല മുതൽ കടവന്ത്ര വരെയുള്ള 9 ക്രൈസ്തവ പള്ളികളിലെ വിശ്വാസികളും നാനാജാതി മതസ്ഥരും ഒത്തുചേർന്ന് സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. 9 ദേവാലയങ്ങളിലെ വൈദികർ ചേർന്ന് ദീപം തെളിച്ച് എക്യുമെനിക്കൽ സംഗമത്തിന് തുടക്കം കുറിച്ചു. മേയർ M. അനിൽകുമാർ വിസ്മയരാവ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ക്രിസ്മസ് സന്ദേശം നൽകി. TJ വിനോദ് MLA ഫാദർ രഞ്ജു വർഗീസിന് നൽകി വിസ്മയരാവിന്റെ സുവനീർ പ്രകാശനം ചെയ്തു. രക്ഷാധികാരി ഫാദർ ജോയ് ഐനിയാടൻ കേക്ക് മുറിച്ച് ജനറൽ കൺവീനർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ, രക്ഷാധികാരി ഫാദർ സാംസൺ കുര്യാക്കോസ്, വിസ്മയരാവ് ചെയർമാൻ ഫാദർ KG ജോസഫ്, കൗൺസിലർ ആന്റണി പൈനുതറ, ഫാദർ ജോസഫ് കണിയാമ്പറമ്പിൽ, ഫാദർ ദേബു ജോബ്, ഫാദർ ബേസിൽ എബ്രഹാം, ഫാദർ ജിതിൻ മോനച്ചൻ എന്നിവർ പ്രസംഗിച്ചു. സ്നേഹവിരുന്നും ക്രിസ്മസ് മെലഡിയും കലാപരിപാടികളും നടന്നു. എളംകുളം ലിറ്റിൽ ഫ്ലവർ, സെന്റ് ഗ്രിഗോറിയോസ്, ജെറുസലം മാർത്തോമ, CSI ക്രസ്റ്റ്, സെന്റ് മേരീസ് സുനോറോ, ഫാത്തിമ മാത, കടവന്ത്ര സെന്റ് ജോസഫ്, സെന്റ് സെബാസ്റ്റ്യൻ, വൈറ്റ്ല സെന്റ് പാട്രിക് പള്ളികൾ ചേർന്നാണ് ക്രിസ്മസ് സംഗമം സംഘടിപ്പിച്ചത്. എളംകുളം ചെറുപുഷ്പ നഗറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ 2024 സാന്താക്ലോസ്മാരും 100 കണക്കിന് കുഞ്ഞുമാലാഖമാരും അണിനിരന്നു. ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്ത ഘോഷയാത്ര കടവന്ത്ര സർക്കിൾ ഇൻസ്പെക്ടർ PM രതീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. 1000-ലധികം നക്ഷത്ര ദീപങ്ങൾ ഒളിവിതറിയ സംഗമവേദിയായ ഫാത്തിമ നഗറിൽ ഘോഷയാത്ര സമാപിച്ചു. കുഴപ്പള്ളി ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 7 മാസം മുൻപാണ് പ്രവർത്തനം നിർത്തിവെച്ചത്. അന്നു മുതൽ ബ്രിഡ്ജ് മുഴുവനായി അഴിച്ച് കരയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കടൽക്ഷോഭം പതിവായതോടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് വൈകി. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. 120 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 10 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രവേശനമില്ല. പെരിയാറിന്റെ ഇരുകരകളിലായി സ്ഥിതി ചെയ്യുന്ന തുരുത്ത് ഗ്രാമത്തെയും ആലുവ നഗരത്തെയും ബന്ധിപ്പിച്ച് പുഴയുടെ കുറുകെയുള്ള റെയിൽവേ നടപ്പാളത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ടോർച്ചും വടിയും കയ്യിൽ കരുതണം. പകലായാലും രാത്രിയായാലും ഇതിന് വ്യത്യാസമില്ല. മഹാത്മാഗാന്ധി ടൗൺ ഹാളിന്റെ അരികിലൂടെ കടന്നു പോകുന്ന മുനിസിപ്പൽ റോഡിലൂടെയാണ് തുരുത്തിലെ 800ഓളം വീട്ടുകാർ തൊട്ടടുത്ത പട്ടണമായ ആലുവയിലേക്ക് വരുന്നതും പോകുന്നതും. റോഡ് അവസാനിച്ച് നടപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം കാട് മൂടി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തന്മൂലം റോഡ് ഇപ്പോൾ നടപ്പാത മാത്രമായി ചുരുങ്ങി. സാമൂഹിക വിരുദ്ധരുടെ ശല്യവുമുണ്ട്. റെയിൽവേ നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇരുകൂട്ടരും കാട് വെട്ടാൻ തയ്യാറാകുന്നില്ലെന്നും തുരുത്ത് സമന്വയ ഗ്രാമവേദി ഭാരവാഹികൾ പറഞ്ഞു. നടപ്പാലത്തിൽ വെളിച്ചം കിട്ടാൻ വഴിവിളക്കുകളും ആവശ്യമാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കളമശ്ശേരി നഗരസഭയിലെ 10, 12, 13 വാർഡുകളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു. ഇന്നലെ ഔദ്യോഗിക കണക്കനുസരിച്ച് 36 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം ബാധിച്ചു. 20 മന്ത്രി P. രാജീവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ 15 പേർക്ക് രോഗമുണ്ടെന്നാണ് അറിയിച്ചിരുന്നത്. മഞ്ഞപ്പിത്ത വ്യാപനം തടയാൻ നഗരസഭ ആശാ വർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കിണറുകളിലെ സൂപ്പർ ക്ലോറിനേഷൻ ഇന്നലെ ആരംഭിച്ചു. ആദ്യ ദിവസം 3 വാർഡുകളിലായി 113 കിണറുകൾ സൂപ്പർ ക്ലോറിനേഷന് വിധേയമാക്കി. 210 വീടുകൾ സന്ദർശിച്ചു. 80 വീടുകളിൽ ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്തു. 155 പേർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കുമെന്നും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AK നിഷാദ് അറിയിച്ചു. മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു ഏഞ്ചൽ അലക്സ് അറിയിച്ചു. ഹോട്ടൽ, പൊതുചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ കുടിക്കാവൂ. വെൽക്കം ഡ്രിങ്കിനായി ഉപയോഗിക്കുന്ന വെള്ളത്തിന് പുറമെ ഐസ് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ച വെള്ളത്തിന്റെ ശുദ്ധിയും ഉറപ്പുവരുത്തിയ ശേഷമേ ഉപയോഗിക്കാവൂ. വീട്ടിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരവും ഉറപ്പുവരുത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പരസ്യം പോലും പതിക്കരുതെന്ന് എഴുതിയ സ്കൂൾ മതിലിനോട് ചേർന്ന് മാലിന്യ കൂമ്പാരമൊരുക്കി കൊച്ചി കോർപ്പറേഷൻ. വൈപ്പിൻ കനോസ UP സ്കൂൾ മതിലിന് സമീപമാണ് കോർപ്പറേഷൻ ജീവനക്കാർ വൈപ്പിൻ ബസ് സ്റ്റാൻഡിലെ മാലിന്യം അടിച്ചുവാരി കൂട്ടിയിട്ടിരിക്കുന്നത്.
മരച്ചില്ലകളും ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഉൾപ്പെടെയുള്ളവയാണ് 3 മാസമായി ഇവിടെ കിടക്കുന്നത്. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് സാമൂഹിക പ്രവർത്തകനായ ജോണി വൈപ്പിൻ ചൂണ്ടിക്കാട്ടി. ചില ദിവസങ്ങളിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം അസഹനീയമാണ്. സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാരും ഇത് സഹിക്കേണ്ട അവസ്ഥയാണ്. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് വെളി മൈതാനത്ത് സ്ഥാപിക്കുന്ന 40 അടി ഉയരമുള്ള പപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. നീക്കം ചെയ്യലെന്ന നിലപാടിൽ സംഘാടകരായ ഗലാഡെ ഫോർട്ട് കൊച്ചി. പപ്പാഞ്ഞിയെ ചൊല്ലിയുള്ള വിവാദം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യത. കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിൽ 50 അടി ഉയരമുള്ള പപ്പാഞ്ഞി ഇത്തവണ സ്ഥാപിക്കുന്നുണ്ട്. 31 രാത്രി പരേഡ് മൈതാനത്ത് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്നും ഇവർക്ക് സുരക്ഷയൊരുക്കാൻ 1000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ടതുണ്ടെന്നും വെളി മൈതാനത്ത് കാരണം കൊണ്ട് തന്നെ പോലീസ് സുരക്ഷയൊരുക്കാൻ സാധ്യമല്ലെന്നും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PB കിരൺ ഗലേഡെ ഫോർട്ട് കൊച്ചി സെക്രട്ടറിക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നു. പരേഡ് മൈതാനത്തിന് 2 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള വെളി മൈതാനത്ത് മറ്റൊരു വലിയ പപ്പാഞ്ഞിയെ സ്ഥാപിച്ചു കത്തിക്കുന്നത് അപകട സാധ്യതയുള്ളതിനാൽ അവിടെയും വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളി മൈതാനത്ത് പോലീസ് സുരക്ഷ ഒരുക്കാൻ സാധ്യമല്ല. അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ആളുകൾ കൂടുന്നതും പപ്പാഞ്ഞിയെ കത്തിക്കുന്നതും സുരക്ഷാ കാരണങ്ങളാൽ അനുവദിക്കാൻ കഴിയില്ലെന്നും വെളി മൈതാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന പപ്പാഞ്ഞി ഒരു കാരണവശാലും കത്തിക്കാൻ പാടില്ലെന്നും നോട്ടീസിലുണ്ട്. 31 രാത്രി സാമൂഹിക വിരുദ്ധർ കത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ പപ്പാഞ്ഞി അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ACP നിർദ്ദേശിച്ചിരിക്കുന്നത്. പോലീസ് അനുവദിച്ച് 24 മണിക്കൂർ സമയപരിധി കഴിഞ്ഞെങ്കിലും പപ്പാഞ്ഞിയെ നീക്കം ചെയ്യാൻ സംഘാടകർ തയ്യാറായിട്ടില്ല. 3 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് പപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗലാഡെ ഫോർട്ട് കൊച്ചി ഭാരവാഹികൾ പറഞ്ഞു. 1 മാസത്തോളമായി നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞ വർഷവും ഇവിടെ സ്ഥാപിച്ച പപ്പാഞ്ഞിയെ കത്തിക്കാൻ പോലീസ് അനുമതി നൽകിയില്ലെന്നും ഇക്കുറി കത്തിക്കാൻ അനുവദിക്കണമെന്നുമാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രസിഡന്റ് VJ ആൻസി പറഞ്ഞു. പശ്ചിമ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് പപ്പാഞ്ഞികളെ പുതുവത്സര രാത്രിയിൽ അഗ്നിക്കിരയാക്കാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.